അങ്ങനെ നമ്മളും സുന്ദരപാണ്ഡ്യപുരത്തുള്ള സൂര്യകാന്തി പാടത്തിലേക്ക് നടക്കുവാണ്. അതിനിടയിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. കുറേ ആടുണ്ട്, ഗ്രാമപ്രദേശമാണ്, പാടമുണ്ട്. പക്ഷെ നമ്മളെത്തി ഗൈസ്. ഇതായി കാണാൻ പോകുന്നതാണ് സുന്ദരപാണ്ഡ്യപുരത്തുള്ള അതിമനോഹരമായ ഒരു സൂര്യകാന്തി പാടം. നല്ല രസമുണ്ട്. നമ്മൾ വരുന്ന വഴി കുറേ പാടങ്ങൾ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഇത്രമാത്രമൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ വർഷം വളരെ കൃഷി കുറവാണ്. വേറൊന്നുമല്ല, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 1 കിലോ വിത്ത് വാങ്ങാനായിട്ട് അവർക്ക് ഏകദേശം 3700 രൂപയാകും. ഈ 3700 രൂപയ്ക്ക് ഈ ഒരു പാടത്ത് തന്നെ വിതയ്ക്കാനായിട്ട് 10 കിലോ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പൂവിനകത്ത് നിന്ന് ആകപ്പാടെ 15 ഗ്രാം വിത്തേ തിരിച്ച് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ബാക്കി കൃഷി ചെയ്യാനുള്ള ഒരു ചിലവും അതുകൂടാതെ എല്ലാം കൂടി ഒന്ന് കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഇവർക്കത് നഷ്ടമായിട്ടാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു ചെറിയ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. 50 രൂപ പെർ പേഴ്സണാണ് അവർ വാങ്ങുന്നത്. അത് എനിക്ക് തോന്നുന്നു അവർക്കൊരു ചെറിയ ഇൻകം, അങ്ങനെ കരുതിയാൽ മതി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഒരു 1-2 മണിക്കൂറൊക്കെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറയത്തില്ല. അതിന് മാത്രമുള്ള ഒരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഇതോടെ കയറി കണ്ടിട്ട് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കൊള്ളാം. പക്ഷേങ്കിൽ കുറേയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. വരുന്നവർ ഇത് നശിപ്പിക്കാതെ പോകാനായിട്ട് കൂടി ശ്രമിക്കുക. കാരണം ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നശിപ്പിക്കാതെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ ലൊക്കേഷൻ സുന്ദരപാണ്ഡ്യപുരം ഗ്രാമത്തിൽ നിന്നും കുറച്ച് അകത്തേക്കാണ്. അപ്പം അത് വേണ്ട ആൾക്കാർ എനിക്കൊന്ന് DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കറക്റ്റ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം. പറഞ്ഞു തരാൻ കുറച്ച് പാടാണ്, കുറച്ച് അകത്തേക്ക് വരണം, അതുകൊണ്ടാണ്.